Hello students, welcome back. How are you all? എല്ലാവരും സുഖമായിരിക്കുന്നുല്ലോ അല്ലേ? ഓക്കെ, എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കണോ? ഇപ്പം നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ കൊറോണ ഒത്തിരി രൂക്ഷമായിട്ടിരിക്കുകയാണ്. സോ എപ്പോഴും നമ്മൾ സേഫായിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തർക്കുമാണ്. നമ്മൾ സേഫ് ആവുക, നമ്മുടെ ഫാമിലി സേഫ് ആക്കുക. ഇതാണ് നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ്നെസ് നമുക്ക് കൂടാണ് വേണ്ടത് ഈ സമയത്ത്. ഓക്കെ, സോ അധികം പുറത്തൊന്നും പോവാതെ അത്യാവശ്യത്തിന് മാത്രം പോയിക്കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും കംഫർട്ടായിട്ടിരിക്കുക നമ്മളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, എന്തായാലും നമ്മളുടെ പഠനം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ സമയം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് കടക്കാമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ ബിസിനസ് റെഗുലേഷൻസിൽ ഫസ്റ്റ് മോഡ്യൂളിൽ 10 സെഷൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ 11ാമത്തെ സെഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ലാസ്റ്റ് ഈ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൽ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് അല്ലേ, നമ്മൾ മൈനറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് അല്ലേ, സൗണ്ട് മൈൻഡായിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ പറഞ്ഞു. അതല്ലാതെ അൺസൗണ്ട് മൈൻഡായിട്ടുള്ള അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇഡിയറ്റ്സും, പിന്നെ ലുനറ്റിക്സും, പിന്നെ ഡ്രങ്കൺ പേഴ്സൺസ്. ഇവരെ 3 പേരെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന നമ്മളുടെ ഡ്രങ്കൺ പേഴ്സൺസ് അല്ലേ, അവർ എപ്പോഴാണോ അവർക്ക് ആ ഒരു സൗണ്ട് മൈൻഡഡ്നെസ് വരുന്ന അവസ്ഥ, ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇപ്പം നമുക്ക് ആ 3 തരത്തിലുള്ള ആൾക്കാർ എന്തൊക്കെയാണ്, അവരെങ്ങനെയൊക്കെയാണ്, അവരെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഇവിടെ നോക്കാം ഇന്ന്. ഓക്കെ, അല്ല ആദ്യം വരുന്നത് ഇഡിയറ്റ്സ് ആണ്. ഇഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശരിക്കും റാഷണലായിട്ട് തിങ്ക് ചെയ്ത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിഡ്ഢികളെയാണ് നമ്മൾ പറയുന്നത് ഇഡിയറ്റ്സ്. അവർക്കൊരു കാര്യം ശരിക്കും തിരിച്ചറിവില്ല, ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായ ബോധം ഇല്ലാത്തവരാണ് ഇഡിയറ്റ്സ്. എ പേഴ്സൺ ഹു ഹാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഹിസ് മെൻ്റൽ പവർ, അയാളുടെ മൈൻഡ് പവർ തന്നെ ലോസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഹു ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെൻറ്റ്, ഒരു ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ലാത്ത വ്യക്തികൾ, അവരെയാണ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. കോൾ ഇഡിയറ്റ്സ്. An idiot or a natural fool is a person who has no understanding power from his infancy. അപ്പോൾ ഇഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ജന്മനാ തന്നെ ഇഡിയറ്റ്സ് ആയിട്ടുള്ളതാണ്. അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അവർ പ്രകൃത്യാ തന്നെ വിഡ്ഢിയാണ്, ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ്. All agreements other than those of necessaries of life with idiots are absolutely void. ഇപ്പം നമ്മൾ ഈ മൈനേഴ്സിനൊരു എക്സെപ്ഷൻ കൊടുത്തിരുന്നു അല്ലേ. അതായത് ഒരു മൈനർ അയാളുടെ നെസസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ അതിൽ ലയബിലിറ്റി ആ വ്യക്തിക്ക് വരുന്നില്ല, ആ വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മളുടെ ഇഡിയറ്റിന് നെസസറിക്ക് വേണ്ടിയിട്ട് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അല്ലാതെ ഒന്നിലും അയാൾക്ക് ഏർപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഏർപ്പെടുകയാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഇഡിയറ്റ്സ്. അപ്പോൾ കംപ്ലീറ്റ്ലി മെൻ്റൽ പവർ ലോസ് ചെയ്ത ആൾക്കാർ, റാഷണലായിട്ട് ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ, അവരെയാണ് ഇഡിയറ്റ്സ്. അപ്പോൾ അതൊരു പെർമനൻറ്റ് സിറ്റുവേഷനാണ്, പെർമനൻറ്റ് കണ്ടീഷനാണ്. ഓക്കെ, ഇനി ലുനറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? എ പേഴ്സൺ ഹൂസ് മെൻ്റൽ പവർ ആർ ഡ്രെയിൻഡ് ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ ഈസ് കോൾഡ് ലുനറ്റിക്സ്. ചില മാനസിക പിരിമുറുക്കം കൊണ്ട് മെൻ്റൽ പവർ നഷ്ടപ്പെട്ടവരെയാണ് നമ്മൾ ലുനറ്റിക്സ് എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൊണ്ട് മെൻ്റൽ പവർ നഷ്ടപ്പെട്ടവർ. ഇറ്റ് ഈസ് നോട്ട് പെർമനൻ്റ് ആസ് ഇൻ കേസ് ഓഫ് ഇഡിയസി. ഇഡിയസിയിൽ അവരുടെ മെൻ്റൽ പവർ ജന്മനാ തന്നെ ഇല്ല, നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അവരാണ് ഇഡിയറ്റ്സ്. പക്ഷേ ലുനറ്റിക്സ് അങ്ങനെയല്ല. ലുനറ്റിക്സിൻ്റെ മെൻ്റൽ പവർ പോയിട്ടുള്ളത് ബിക്കോസ് ഓഫ് സം മെൻ്റൽ സ്ട്രെസ് ഓർ മെൻ്റൽ സ്ട്രെയിൻ കൊണ്ടാണ് അവർക്ക് അവരുടെ മെൻ്റൽ പവർ പോയിട്ടുള്ളത്.
അപ്പം ഇത് ഒരു പെർമനൻറ്റ് കണ്ടീഷൻ അല്ല. ദ ലുണറ്റിക് വിൽ സഫർ ഫ്രം ഇൻ്റർവൽസ് ഓഫ് sanity and insanity. In other words, lunatics will be of sound mind in some intervals, and the said interval are called lucid interval. അതായത് ഈ ലുണറ്റിക് എന്ന് പറയുന്നത് ചില സമയത്ത് അവർക്ക് മൈൻഡ് പവർ ഉണ്ടാവും, ചില സമയത്ത് മൈൻഡ് പവർ ഉണ്ടാവില്ല. ആ മൈൻഡ് പവർ ഉള്ള സമയത്തിനെയാണ് നമ്മൾ സാനിറ്റി, ഇൻ്റർവൽ ഓഫ് സാനിറ്റി എന്നും, മൈൻഡ് പവർ ഇല്ലാത്ത സമയത്തിന് ഇൻ്റർവൽ ഓഫ് ഇൻസാനിറ്റി എന്നും പറയുന്നു, അല്ലേ? ഇപ്പോൾ ഒരു ഷോക്ക്, ഒരു മെൻ്റൽ ഷോക്ക് വന്നു, അതായത് അയാളുടെ ഭാര്യ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ ആ ഷോക്ക്, ആ മെൻ്റൽ ഷോക്ക് കൊണ്ട് അയാളുടെ മൈൻഡ് പവർ നഷ്ടപ്പെട്ടു. ചില സമയത്ത് ഒരു ബോധമില്ലാതെ സംസാരിക്കും, അല്ലെങ്കിൽ ഒരു ബോധമില്ലാതെ നടക്കും. ചില സമയത്ത് വളരെ ക്ലിയറായിട്ട് തെളിവായിട്ട് സംസാരിക്കും. അപ്പം അവിടെ രണ്ട് അവസ്ഥയിലാണ് ഈ ലുണറ്റിക് വരുന്നത്. ഒരു സമയത്ത് മൈൻഡ് പവർ ക്ലിയർ ആണെങ്കിൽ അത് ഇൻ്റർവൽ ഓഫ് സാനിറ്റി എന്നും, മൈൻഡ് പവർ ക്ലിയർ അല്ലാത്ത സമയത്ത് ഇൻ്റർവൽ ഓഫ് ഇൻസാനിറ്റി. അപ്പം ഈ സൗണ്ട് മൈൻഡായിട്ട് വരുന്ന ആ പീരീഡിനെ നമ്മൾ പറയുന്നതാണ് ലൂസിഡ് ഇൻ്റർവൽ. അത് എക്സാമിന് എപ്പോഴും വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കുക? ദ ലുണറ്റിക് വിൽ ബി ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ സം ഇൻ്റർവൽസ്, അല്ലേ? ദ ഇൻ്റർവൽ ഓഫ് ടൈം വെൻ ലുണറ്റിക്സ് is having sound mind is known as dash. എന്താണ്? lucid interval. In some interval they will be of unsound mind. They can enter into contract during the lucid interval. All the contracts entered with them when they are not in their sense are void, but agreements for necessities of life are however valid. അപ്പം എക്സെപ്ഷൻസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഈ ലുണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ ദേ ആർ സഫറിങ്, ദെയർ മെൻ്റൽ പവർ ഹാസ് ഗോൺ. ആ ഒരു അവസ്ഥയിലുള്ളവരെയാണ് ലുണറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് ഇറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് കണ്ടീഷൻ ലൈക്ക് EDSC. sometime they will retain their mental power, or sometime they will lose their mental power. അപ്പോൾ when they retain their mental power, that interval of time is known as interval of sanity, and when they lose their mental power, that interval of time is known as എന്താണ്, interval of insanity. അപ്പോൾ അത് മാത്രമല്ല, ഈ സൗണ്ട് മൈൻഡ് മൈൻഡ് പവർ ഉള്ള സമയത്ത്, അതാണ് സൗണ്ട് മൈൻഡ് ഉള്ള സമയത്തിനെ ആ ഇൻ്റർവെലിനെ നമ്മൾ പറയുന്നതാണ് ലൂസിഡ് ഇൻ്റർവൽ. സോ ഡ്യൂറിങ് ലൂസിഡ് ഇൻ്റർവൽ എ ലുണറ്റിക് ക്യാൻ എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ലൂസിഡ് ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യാം? നമ്മളുടെ ലുണറ്റിക്കിന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അത് നിയമം പറയുന്നുണ്ട്. പക്ഷേ ഇൻസാനിറ്റി, ഇൻ്റർവൽ ഓഫ് ഇൻസാനിറ്റി, ആ ഒരു സൗണ്ട് മൈൻഡ് ഇല്ലാത്തൊരു സമയത്ത് ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പക്ഷേ അയാൾക്ക് അയാളുടെ നെസസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോഴും എന്ത് ചെയ്യാം? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ എക്സെപ്ഷൻസ് കണ്ടോ? എന്താണ്? ഇഡിയറ്റ്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, മെൻ്റൽ പവർ ലോസ് ആയിട്ടുള്ള വ്യക്തിക്ക് നെസസിറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലുണറ്റിക്സ്, അവർ ഈ പറയുന്ന മെൻ്റൽ സ്ട്രെയിൻ കൊണ്ട് അവരുടെ മൈൻഡ് പവർ നഷ്ടപ്പെടുന്നവരാണ്. അവർക്കും എന്ത് ചെയ്യാം? അവരുടെ ബേസിക് നെസസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് വാലിഡായിട്ട് ഫോം ചെയ്യാം. അല്ലാതെയുള്ള കോൺട്രാക്റ്റ് അവർക്ക് ഈ പറയുന്ന ലൂസിഡ് പീരീഡിലാണ്, ലൂസിഡ് ഇൻ്റർവെല്ലിലാണ് അവർക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ടൈമിൽ ഒരിക്കലും അവർക്ക് ഫോം ചെയ്യാനേ പറ്റില്ല. ഓക്കെ, സോ അതാണ് നമ്മളുടെ അൺസൗണ്ട് മൈൻഡിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഡ്രങ്കൺ പേഴ്സൺ. അപ്പം ഇഡിയറ്റിനെ കുറിച്ച് പറഞ്ഞു, ലൂസിഡ് പേഴ്സണെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ലുണറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? പിന്നെ ലൂസിഡ് ഇൻ്റർവെലിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഡ്രങ്കൺ പേഴ്സൺ, എ പേഴ്സൺ ഹു ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ ഈസ് ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്, അല്ലേ? ശരിക്കും മദ്യം വിഷമാണെന്നല്ലേ പറയുന്നത്? അത് തന്നെ, ഇൻടോക്സിക്കേഷൻ വെച്ചാൽ വിഷമാണ്. അപ്പോൾ ഹു ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ, മദ്യം അതായത് ബ്ലഡിലേക്ക് വിഷാംശം കയറ്റിയിട്ടുള്ള ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ ഈ ഡ്രങ്കൺ പേഴ്സണ് ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. എനി കോൺട്രാക്ട് മെയ്ഡ് ഡ്യൂറിങ് ഡ്രങ്ക്നെസ് ഈസ് വോയിഡ്. കുടിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ഇൻടോക്സിക്കേഷൻ ഉള്ളൊരവസ്ഥയിൽ ഒരു ഡ്രങ്കൺ പേഴ്സണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. The position of the drunken person is similar to that of lunatic.
അപ്പം ഈ കുടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ ഡ്രങ്കൺ പേഴ്സൻ്റെ അവസ്ഥ നമ്മുടെ ലുനാറ്റിക്കിനെ പോലെ തന്നെ മെൻ്റൽ പവർ ലൂസ് ചെയ്തിട്ടുള്ളൊരവസ്ഥയാണ്. ഹെൻസ് ഇൻ ലൂസിഡ് ഇൻ്റർവൽ ഹി ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്. അപ്പോൾ ഇവിടെയും അയാൾ എപ്പോഴാണ് ബോധാവസ്ഥയിലുള്ളത് ആ പീരീഡിനെ നമ്മൾ ലൂസിഡ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രങ്കൺ പേഴ്സണും ലൂസിഡ് ഇൻ്റർവൽ ഉണ്ട്. ആ ഇൻ്റർവലിന് മാത്രമേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇനി പറയുന്നത് എന്താണ്, ബൈ ദ ഇന്ത്യൻ ലോ, but the Indian law differs from the English law. In the case of lunatics or drunken person, under the English law, contracts enters into with lunatics or drunken person are voidable, while under the Indian law they are void. അതായത് ഈ ലുണറ്റിക്സിനെ കുറിച്ചുള്ള നിയമവും അതുപോലെ ഡ്രങ്കൺ പേഴ്സണെ കുറിച്ചുള്ള നിയമം, അത് രണ്ടും നമ്മൾ പറഞ്ഞു അവർ ലൂസിഡ് പീരീഡിൽ മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുള്ളൂ, അത് വാലിഡ് ആയിരിക്കും. അല്ലാത്ത പീരീഡിൽ ഏർപ്പെടാൻ പറ്റില്ല പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷ് ലോ പറയുന്നത് അല്ലാത്ത പീരീഡിൽ അവർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ വോയിഡബിൾ കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. ദാറ്റ് മീൻസ് പിന്നീട് വാലിഡാക്കി മാറ്റാവുന്ന രീതിയിൽ, പിന്നീട് വാലിഡോ അല്ലെങ്കിൽ വോയിഡ് ആക്കുന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്റ്റ് വളരെ സ്ട്രിക്റ്റാണ് ഈ കേസിൽ. അവർ പറയുന്നത് നമ്മളുടെ ഡ്രങ്കൺ പേഴ്സണും ലുനറ്റിക്സും ഈ പറയുന്ന ലൂസിഡ് ഇൻ്റർവൽ അല്ലാത്ത സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ വോയിഡായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ ഫർദർ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ ലുനറ്റിക്സിനെ കുറിച്ചും ഡ്രങ്കൺ പേഴ്സണെ കുറിച്ചും നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റിലും ഇംഗ്ലീഷ് കോൺട്രാക്റ്റിലും ലോയിൽ പറയുന്ന വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? ഇംഗ്ലീഷ് ലോയിൽ എന്താ പറയുന്നത്, ഡ്രങ്കൻ ആയാലും ലുനറ്റിക്സ് ആയാലും ഈ ലൂസിഡ് ഇൻ്റർവൽ അല്ലാത്ത പീരീഡിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ആ കോൺട്രാക്റ്റിനെ വോയിഡബിൾ കോൺട്രാക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് പിന്നീട് അതിനെ വാലിഡോ അല്ലെങ്കിൽ വോയിഡോ ആക്കാം. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്റ്റ് വളരെ സ്ട്രിക്റ്റാണ്. ലുനറ്റിക്സോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ഡ്രങ്കൺ പേഴ്സണോ ലൂസിഡ് ഇൻ്റർവെല്ലിൽ അല്ലാത്തൊരു ടൈമിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അത് എപ്പോഴും വോയിഡ് തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി അപ്പം കപ്പാസിറ്റി ടു ദ കോൺട്രാക്റ്റിൽ 3 പറയുന്നത് the person should be the person should be major, the person should be sound mind, and the person should not be disqualified by any law from contract. അപ്പോൾ അതിൽ നമ്മൾ മേജർ ആ കണ്ടീഷൻ പറഞ്ഞു, അതിൽ മൈനർ എന്നുള്ള രീതിയിൽ ആ കാര്യം പറഞ്ഞു. പിന്നെ നമ്മളുടെ ഈ പറയുന്ന സൗണ്ട് മൈൻഡ്, അതിന് ഓപ്പോസിറ്റ് അൺസൗണ്ട് മൈൻഡ്, ആരൊക്കെയാണ് അൺസൗണ്ട് മൈൻഡ്, അവരുടെ എക്സെപ്ഷൻസ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് എന്ത്, പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മളുടെ വരുന്നത്. ഓക്കെ. സോ അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ലോ, foreign sovereigns and ambassadors have got a peculiar privilege that they can enter into contracts and enforce them in courts, but no contract can be enforced against them unless they submit themselves to the jurisdiction of English court. അപ്പം ഇംഗ്ലീഷ് കോർട്ടിൽ പറയുന്നൊരു കാര്യമാണ് എന്താണ്, ഇംഗ്ലീഷ് ലോയിൽ പറയുന്നൊരു കാര്യമാണ് എന്താണ്, ഫോറിൻ സോവറിൻസ്, അതായത് വിദേശത്തുള്ള മേധാവികൾ, അല്ലേ, ഉന്നത പദവിയിലുള്ള മേധാവികളോ അധികാരികളോ, അംബാസിഡേഴ്സ്, അല്ലേ, അംബാസിഡേഴ്സ് അധികാരികൾ. അപ്പം ഫോറിൻ സോവറിൻസ് ആയിട്ടുള്ള വലിയ ഭരണകർത്താക്കൾ, മേധാവികളോ അതുപോലെ തന്നെ ഭരണത്തിലുള്ള അധികാരികൾ, അംബാസിഡേഴ്സ്. അപ്പോൾ അധികാരികളോ മേധാവികളോ അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സജ്ജീകരണമാണ് ഇംഗ്ലീഷ് നിയമം പറയുന്നത്. എന്താണ്, അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, നിയമത്തിന് മുന്നേയും വരാം, പക്ഷേ അവർ നിയമത്തിന് മുന്നിൽ വരുമ്പോൾ ആ കോർട്ട് ഇംഗ്ലീഷ് ലോയുടെ നിയമപരിധിയിൽ വന്നിരിക്കണം. അതാണ് ഇംഗ്ലീഷ് ലോയിൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ, നിയമപരിധിയിൽ. ഇപ്പോൾ ചില ഇതിലൊക്കെ പറയാറുണ്ട്, ഇപ്പം ഒരു കണ്ടീഷൻ പറയാണ്. ഇപ്പോൾ ഒരു കമ്പനിയുണ്ട്, അത് തൃശ്ശൂരാണ്. അപ്പോൾ ആ കമ്പനിയിൽ അവർ പറയാണ് ഈ കമ്പനിയുടെ എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളും
തൃശ്ശൂർ ജൂറിസ്ഡിക്ഷനിൽ പെടുന്നതാണ്. അത് തൃശ്ശൂരിൻ്റെ ഉള്ളിൽ, ഇപ്പം തൃശ്ശൂർ കോർട്ടിലാണ് ഇതിൻ്റെ വാല്യൂ ഉള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഉള്ളിലാണ് അതിൻ്റെ നിയമപരിധി വരുന്നത്, അതിനെ വിട്ടിട്ട് നിയമപരിധിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലോയുടെ നിയമപരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലുള്ള കോർട്ടിൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇംഗ്ലീഷ് ലോ പറയുന്നത്. ഇപ്പം ദ സുൽത്താൻ ഓഫ് ജൊഹാർ, ജൊഹാർ എന്ന് പറയുന്നത് മലേഷ്യയിലുള്ളൊരു സ്ഥലമാണ്. ആള് ലിവിങ് ഇൻ ഇംഗ്ലണ്ട് അണ്ടർ ദ നെയിം ആൽബർട്ട്. ഒരു ജോഹറിലെ സുൽത്താൻ ആൽബർട്ട് എന്ന പേരിൽ ഇംഗ്ലണ്ടിൽ താമസിക്കുകയാണ്. ഓക്കെ, ആളൊരു മേധാവിയാണല്ലോ. ഹാഡ് അഗ്രീഡ് ടു മാരി ലൂസി. അവിടെ മലേഷ്യയിൽ ലൂസി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സബ്സിക്വൻ്റ്ലി ആൽബർട്ട് റെഫ്യൂസ് ടു മാരി ലൂസി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സുൽത്താന് ലൂസിയോടുള്ള താല്പര്യം കുറഞ്ഞു, അയാൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഹെൻസ് ലൂസി ഫയൽഡ് കേസ് ഫോർ ഡാമേജസ് അഗെയിൻസ്റ്റ് ആൽബർട്ട്. ലൂസി വളരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ആൽബർട്ട് കല്യാണം കഴിക്കണില്ല പറഞ്ഞു. അപ്പം ആൽബർട്ടിന് അഗെയിൻസ്റ്റ് കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഫോറിൻ സോവറിൻ കനോട്ട് ബി സ്യൂഡ്. അപ്പോൾ അവിടെ നിയമം പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സുൽത്താൻ ഓഫ് ജൊഹാർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ ഇംഗ്ലണ്ടിൽ ലൂസിനാണല്ലോ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഈ സുൽത്താൻ ഓഫ് ജൊഹാർ ആൽബർട്ട് എന്ന പേരിലാണ് ഇംഗ്ലണ്ടിലുള്ളത്. അപ്പം ഇംഗ്ലണ്ടിലെ കോർട്ടിന് അയാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിയമ നടപടി അയാളെ എടുക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം നമ്മുടെ മല്ലയുടെ കേസ് അങ്ങനെയാണല്ലേ. ഇപ്പം ഫോറിൻ കൺട്രിയിലേക്ക് അയാൾ രക്ഷപ്പെട്ടു പോയി. അപ്പം അയാൾ തിരിച്ച് ഇന്ത്യയിലേക്ക് ഏൽപ്പിക്കാമെന്നാണ് പറഞ്ഞേക്കണേ. കാരണം ഇന്ത്യയിലേക്ക് വന്നാലേ അയാളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ. ഓക്കെ, അപ്പോൾ ഫോറിൻ സോവറിന് അയാൾ ശരിക്കും മലേഷ്യയിലുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ നിയമപരിധിയിൽ വന്നാലേ അയാളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതാണ്. ഓക്കെ, അപ്പം ഈ ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ് അവർക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലോ പറയുന്ന കാര്യം ഇങ്ങനെയായിരുന്നു. അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, ലീഗലി മൂവ് ചെയ്യാം. പക്ഷേ ലീഗലി മൂവ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് കോർട്ട് ൻ്റെ ജൂറിസ്ഡിക്ഷൻ, അതിൻ്റെ നിയമപരിധിയിൽ വരുന്ന കോർട്ടുകളിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇന്ത്യൻ ലോ പറയുന്നത് എന്താണ്? The foreign sovereigns and ambassadors can be entered into contract and enforce them in Indian courts as ordinary citizens. But they have to get the permission of the central government. അതാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരു ഫോറിൻ അംബാസിഡറോ അല്ലെങ്കിൽ ഒരു ഫോറിൻ ഇതുപോലെ തന്നെ സോവറിനോ ഇന്ത്യയിൽ വന്നിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അപ്പോൾ അതിനെന്തെങ്കിലും നിയമത്തിൻ്റെ രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു ഓർഡിനറി സിറ്റിസൺ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഇവിടുത്തെ ഇന്ത്യൻ കോർട്ടിൽ ഇതാവാം. പക്ഷേ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. അത് മാത്രമേ ഇന്ത്യൻ ലോയിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് എന്താണ്? അവിടെ ഇംഗ്ലീഷ് ലോയുടെ ജൂറിസ്ഡിക്ഷൻ അല്ലേ, ആ ജൂറിസ്ഡിക്ഷനിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളെ നിയമപരമായിട്ട് എന്തെങ്കിലും അയാളുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ്, അതായത് ഉന്നത അധികാരികളും അതുപോലെ ഈ പറയുന്ന അധികാരികൾ, അംബാസിഡേഴ്സ് അധികാരികൾ, ആ രീതിയിൽ. ഇനി അലൈൻ എനിമീസ്. അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ സിറ്റിസൺ, ഒരു വിദേശ പൗരൻ. മറ്റേ അധികാരികളായിരുന്നു. ഇനി പൗരനെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ചിലപ്പോൾ നമുക്ക് ഒരു വിദേശ പൗരൻ നമുക്ക് മിത്രമായിട്ടോ ശത്രുവായിട്ടോ വരാം. അത് അയാളുടെ നാട് നമ്മളെ ഇന്ത്യയായിട്ട് എങ്ങനെയാണ് ബന്ധം, അതനുസരിച്ചാണ് അയാൾ നമുക്ക് ശത്രുവായിട്ടോ മിത്രമായിട്ടോ വരുന്നത്. ഇപ്പം ആ വിദേശ പൗരൻ്റെ നാട് നമ്മുടെ ഇന്ത്യയായിട്ട് നല്ല സൗഹാർദ്ദമാണെങ്കിൽ അയാൾ നമ്മളുടെ വിദേശ മിത്രനായിട്ടുള്ള പൗരനാണ്. ഇനി ആ വ്യക്തിയുടെ നാട് നമ്മളായിട്ട് ശത്രുതയിലാണ്, ഒരു വാറൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അയാൾ നമുക്ക് ശത്രുവാണ്, അലൈൻ എനിമി.
അലൈൻ ഫ്രണ്ട് ആൻഡ് അലൈൻ എനിമി. ഇപ്പം ഈ നമ്മൾ ചൈനയായിട്ട് പ്രശ്നമാണ് അല്ലേ, അതിർത്തി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചൈനയായിട്ട് നമുക്ക് ഇത്തിരി വാറിനെ പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്, ഇടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ചൈനക്കാർ നമ്മളുടെ അലൈൻ എനിമീസാണ്. പക്ഷെ ചൈനയായിട്ട് നല്ല രീതിയിലായിരുന്നപ്പം അവർ നമ്മളുടെ അലൈൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഈ വാർ ഡിക്ലറേഷൻ അങ്ങനെയുള്ള ഇത് വരുമ്പോഴാണ് അവർ നമുക്ക് എനിമീസായിട്ട് മാറുന്നത്. അല്ലാതെ അവർ സാധാരണഗതിയിലൊക്കെ എപ്പോഴും ഫ്രണ്ട്സാണ്. അപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എനിമീസ് ആവുന്ന സമയത്ത് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല. ഇപ്പം ഫ്രണ്ടായിരിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പക്ഷേ പിന്നീട് വാർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ കോൺട്രാക്റ്റൊക്കെ അപ്പോൾ സസ്പെൻഡ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, എ വേർഡ് അലൈൻ റെഫേഴ്സ് ടു എ പേഴ്സൺ who is a citizen of a foreign country. An alien may be either an alien friend or alien enemy. An alien whose country is at peace with India. നമ്മൾ ഇന്ത്യയായിട്ട് വളരെ സൗഹാർദ്ദത്തിലുള്ള നാട്ടിലുള്ള വ്യക്തിയാണെങ്കിൽ he is an alien friend. ഇനി ഹൂസ് കൺട്രി ഈസ് അറ്റ് വാർ വിത്ത് ഇന്ത്യ, നമ്മളുടെ ഇന്ത്യയായിട്ട് എപ്പോഴും ഈ പറയുന്ന ശത്രുതയിലാണ്, വാറിലാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ അല്ലേ, അപ്പോൾ അവരൊക്കെ എപ്പോഴും നമുക്ക് എപ്പോഴും പ്രശ്നമുള്ളതുകൊണ്ട് അവരെ നമ്മൾ അലൈൻ എനിമിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവരായിട്ട് നമുക്കൊരു കോൺട്രാക്റ്റ് ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ അലൈൻ കൺട്രി, ഇപ്പം കുറച്ച് കാലം മുന്നേ വരെ ചൈനയായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ പ്രശ്നമായി. അപ്പോൾ പ്രശ്നമില്ലാത്ത സമയത്ത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. പക്ഷേ ഇപ്പോൾ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ എന്താണ്, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ കേസ് ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ അലൈൻ കൺട്രി, പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് മെയ്ഡ് ബിഫോർ ദ വാർ, അപ്പോൾ വാറിന് മുന്നേ നമ്മളൊരു കോൺട്രാക്ട് ഫോം ചെയ്തതൊക്കെ വിൽ ബി സസ്പെൻഡഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് വാർ. ആ വാറിൻ്റെ സമയത്ത് അതെല്ലാം സസ്പെൻഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ചൈനയായിട്ടുള്ള എല്ലാ ഇടപാടും നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് അല്ലേ, ഈ ആപ്സ് എല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചൈനയുടെ വേണ്ടാന്ന് വെക്കുകയാണ്. ദേ വിൽ ബി ഡിസോൾവ്ഡ് ഇഫ് ദേ ആർ അഗെയിൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മളുടെ രാജ്യം പറയാണ് അവരുടെ നമ്മളൊക്കെ ഇനി ഒന്നും നമ്മൾ അവരായിട്ട് ഒന്നും ഇടപെടണ്ട എന്നുള്ള താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പറയുകയാണെങ്കിൽ അങ്ങനെ അതാണ് സസ്പെൻഷൻ വരുന്നത്. അതല്ലാതെ ഇപ്പോൾ വാർ ഇത്തിരി രൂക്ഷമായി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഇനി അവരായിട്ട് ഒന്നും നമ്മൾ ഇടപെടാനില്ല, എല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുക എന്ന് പറയുമ്പോൾ എന്നേക്കുമായിട്ട് അത് ഡിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, സോ ഡ്യൂറിങ് ദ കണ്ടിന്യൂവൻസ് ഓഫ് വാർ നടക്കുന്ന സമയത്ത് ഈ അലൈൻ എനിമിക്ക് ഒരു ഇന്ത്യൻ സിറ്റിസണായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ ആ ഇന്ത്യൻ സിറ്റിസണായിട്ട് ഒരു ഇന്ത്യൻ കോർട്ടിൽ മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ സപ്പോസ് ഞാൻ ഒരു ചൈനീസ് ട്രേഡറായിട്ട് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തു നേരത്തെ, ഇപ്പോൾ ഈ അതിർത്തി തർക്കമൊക്കെ വരണക്ക് മുമ്പായിട്ട് വിചാരിക്കുക. അപ്പം ഒരു ഇമ്പോർട്ടിംഗ് ആണ്, അവിടെ നിന്ന് അയാൾ എനിക്ക് കുറച്ച് മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളിത് ഇമ്പോർട്ട് ചെയ്ത് തന്നു, ഞാൻ പേ ചെയ്തിട്ടില്ല. അപ്പോഴേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞാൻ പേ ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക. അയാൾക്ക് ആ പേയ്മെൻറ്റ് കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഇത് പകുതി വഴിയിലാണ്. അപ്പം അയാൾക്ക് അവിടെ എൻ്റെ പേരിൽ അവരുടെ നാട്ടിൽ കേസ് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കേസ് കൊടുക്കണമെങ്കിൽ അതും അയാൾക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് അത് അനുവദിക്കുകയാണെങ്കിൽ അയാൾക്ക് കേസ് കൊടുക്കാം. അതവിടെ പറയുന്നത് ഹി ക്യാൻ സ്യൂ ഇൻ ഇന്ത്യൻ കോർട്ട് ഓൺലി ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ പെർമിഷൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. മനസ്സിലായോ? അപ്പോൾ അലൈൻ എനിമീസ്, ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ് എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത് എന്താ പറയുന്നത് നോക്കാം. കോർപ്പറേഷൻസ്, കമ്പനീസിന് എങ്ങനെയാണ്? എ കമ്പനി ഈസ് ഓൺലി എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമം ഉണ്ടാക്കിയിട്ടില്ല, കമ്പനി ലോ ഉണ്ടാക്കിയിട്ടില്ല. ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനൊക്കെ രൂപീകരിച്ച് നിയമം ഉണ്ടാക്കിയിട്ടില്ല. ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു കമ്പനി എന്ന് പറയുന്നത് അല്ലേ. അത് ഈ സർവീസ് എല്ലാം അങ്ങനെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെ തന്നെയാണ്. ഇപ്പം സെൻറ്റ് അലീഷ്യസ് കോളേജ് എന്ന് പറയുമ്പം നമ്മുടെ കോളേജിൻ്റെ ബിൽഡിങ്സാണ് നമ്മൾ കാണുന്നത്. സെൻറ്റ് അലീഷ്യസ് കോളേജ് എന്ന് പറഞ്ഞ് ഇന്നതാണെന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം എഴുത്തുരുത്തുള്ളത് സെൻറ്റ് അലീഷ്യസ് കോളേജിൻ്റെ സ്ഥലമാണ് അല്ലേ. അവിടെ നമ്മൾ ആ കോളേജിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിനെ കോളേജാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി ദ പ്ലേസ് വെയർ വി കണ്ടക്ട് ദ എഡ്യൂക്കേഷൻ സർവീസ്. അതാണ്. അപ്പം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കായാലും അതുപോലെ ഈ പറയുന്ന വ്യവസായ സംരംഭങ്ങൾക്കായാലും ഒക്കെ ഉണ്ടാവുക. അതിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് ഉള്ളത്.
അപ്പോൾ അതാ പറയുന്നത് എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിനൊരു ഫിസിക്കലായിട്ടുള്ള അല്ലേ ഒരു ഭൗതികമായിട്ടുള്ള ഒരു നിലനിൽപ്പ് അതിനില്ല. ബട്ട് ഹാസ് ഓൺലി എ ലീഗൽ എക്സിസ്റ്റൻസ്. അതിനൊരു നിയമപരമായിട്ടുള്ള നിലനിൽപ്പേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ഫങ്ഷൻ ഓൺലി ത്രൂ ഹ്യൂമൻ ഏജൻസി. ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്നവർ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അധികാരികളാണ്. അപ്പോൾ അവരിലൂടെ മാത്രമാണ് ഇത് ഫങ്ഷൻ ആവുന്നത്. ആസ് ഡയറക്ടേഴ്സ് ഇറ്റ് ഹാസ് എ റൈറ്റ് ടു സ്യൂ ആൻഡ് ക്യാൻ ബി സ്യൂഡ്. അപ്പോൾ അങ്ങനെ ആ പ്രതിനിധികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതുപോലെ തന്നെ ഒരു കമ്പനി ആയാലും മൂവ് ആവും, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അവരിലൂടെ എന്ത് ചെയ്യാം, ഇത് നിയമപരമായിട്ട് ഈ കമ്പനിക്ക് മുന്നോട്ടും പോവാം. ഫർദർ ഇറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് അതേഴ്സ്. അപ്പോൾ ഈ പറയുന്ന പ്രതിനിധികളുടെ സാന്നിധ്യത്തിലൂടെ ആ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിനെ പോലെ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്ന് പറയുന്നത്. എ കോർപ്പറേഷൻ ബീയിങ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ വിൽ ഫങ്ഷൻ സബ്ജക്റ്റ് ടു സം ലിമിറ്റേഷൻസ്. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ കമ്പനീസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റിയാണ്. ഇറ്റ് ഡസൻ ഹാവ് എ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അപ്പം ഇത് ശരിക്കും ഇങ്ങനെയുള്ള കമ്പനീസ് അതിൻ്റെ ഹ്യൂമൻ ഏജൻസി വഴിയാണ് ഫങ്ഷനിങ് ആവുന്നത്. ഇപ്പം ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ, അതിൻ്റെ മാനേജ്മെൻറ്റ് മെമ്പേഴ്സ്, മാനേജേഴ്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. സോ അവരിലൂടെയാണ് ആ കമ്പനി ഫങ്ഷൻസ് നടത്തുന്നത്. അപ്പോൾ അവരിലൂടെ തന്നെ ഒരു കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു നിയമപരമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ പറയില്ലേ ഇന്ന ഒരു കമ്പനിയുടെ എഗെയിൻസ്റ്റ് കേസ് ഫയൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ, അത് ഇത് തന്നെയാണ്. പക്ഷേ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ലിമിറ്റേഷൻ? എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ എ കോർപ്പറേഷൻ മസ്റ്റ് ബി അണ്ടർ ഇറ്റ്സ് സീൽ. അപ്പോൾ കമ്പനിയുടെ സീലിലൂടെ മാത്രമേ ഒരു കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു വ്യക്തിയാണ്, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം അല്ലേ. നമ്മൾ സൈൻ ചെയ്താൽ മാത്രം മതി, നമ്മളെ സീലൊന്നും അവിടെ ആവശ്യമില്ല അല്ലേ. വ്യക്തിപരമായിട്ട് ആരെങ്കിലും സീൽ വയ്ക്കുകയോ ഇല്ല. പക്ഷേ ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ കമ്പനിയുടെ ഒരു സൈൻ എന്ന് പറയുന്നത് സീലാണ്, കമ്പനിയുടെ സീലാണ്. അപ്പം ആ സീല് വെച്ചിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ദ പവർ ഓഫ് ദ കോർപ്പറേഷൻ ടു കോൺട്രാക്ട് ആർ ലിമിറ്റഡ് ബൈ ഇറ്റ്സ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതുമാത്രമല്ല, ഈ കമ്പനി ഫോം ചെയ്തപ്പോൾ കമ്പനിയുടെ ഒരു ഡോക്യുമെൻറ്റേഷനാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആർക്കൊക്കെ എന്തൊക്കെ അധികാരങ്ങളാണ് കൊടുത്തേക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തികൾക്കാണ് ഈ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. എനി കോൺട്രാക്ട് ബിയോണ്ട് സച്ച് പവർ ഇസ് നോട്ട് വാലിഡ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് ടൈപ്പ് ആവുകയെന്ന് വിചാരിക്കുക. ലീഗലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണല്ലോ, മൂവാണല്ലോ അത്. അപ്പം ആ കമ്പനിയുടെ ഏറ്റവും ഉന്നത അധികാരിയാണ് അതിന് പവറുള്ള ആൾ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആ ഉന്നത അധികാരിനെയാണ് ആ എല്ലാ പവറും കൊടുത്തേക്കുന്നത് അല്ലേ, ഡയറക്ടർ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ. അപ്പം ആ മറ്റേ കമ്പനിയായിട്ട് ടൈപ്പ് ആവുമ്പോൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് അതിൽ ഈ കമ്പനിയുടെ സീലും ആ മാനേജിങ് ഡയറക്ടറുടെ സൈൻ ഉണ്ടാവും. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഈ കമ്പനിയുടെ സാധാരണ ഒരു മാനേജർക്ക് കൊണ്ടുപോയിട്ട് വേറൊരു കമ്പനിയായിട്ട് ഒരു ടൈപ്പ് ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തിട്ട് കമ്പനിയുടെ സീൽ വെക്കാൻ പറ്റില്ല. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ അധികാരപ്പെട്ട അധികാരികൾ ആരാണോ അവർക്ക് മാത്രമേ ഈ പറയുന്ന കമ്പനിയുടെ സീൽ വെച്ച് അതിനുള്ള സൈൻ വെച്ച് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ അധികാരികൾക്ക് അവരുടേതായിട്ടുള്ള അധികാര പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ആ കമ്പനിയെ അവർക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ലിമിറ്റേഷൻ പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് പ്രൊഫഷണൽസാണ്. നമ്മളുടെ പ്രൊഫഷണൽസ് ആരൊക്കെയാണ്? ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയേഴ്സ്, ഇവരൊക്കെ പ്രൊഫഷണൽസാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റുക? അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ഇംഗ്ലണ്ട് എ ബാരിസ്റ്റർ, ഒരു ലോയർ, ഈസ് ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് റെസ്പെക്ട് ടു പ്രൊഫഷണൽ മാറ്റർ ആൻഡ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് സൂയിങ് ഓർ ബീങ് സ്യൂഡ്. ഒരു ലോയർക്ക് ഒരു കോൺട്രാക്റ്റിൽ അയാളുടെ
പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളോടനുബന്ധിച്ചുള്ള ഒരു കോൺട്രാക്റ്റിൽ അയാൾക്ക് ഏർപ്പെടാൻ പറ്റില്ല. അതുമാത്രമല്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും പറ്റില്ല. അതാണ് ഇംഗ്ലീഷ് ലോ പറയുന്നത്. ഒരു ലോയർക്ക് അയാളുടെ നിയമപരമായിട്ടുള്ള അയാളുടെ പ്രൊഫഷൻ എന്താണ്? നിയമപാലനമാണ് അല്ലേ? അതിനുവേണ്ടി വാദിക്കുക. അപ്പോൾ അയാളുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിനോടനുബന്ധിച്ചുള്ള കോൺട്രാക്റ്റ് ഫോം ചെയ്യാനോ അതിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനോ അയാൾക്ക് പറ്റില്ല. So he cannot sue his client for recovery of his fees due to him for services rendered in the ordinary course of his professional. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോയർ ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് കോർട്ടിൽ വാദിക്കുകയാണ്. അപ്പോൾ ക്ലയൻറ്റ് സ്വാഭാവികമായിട്ടും ഈ ലോയർക്ക് എന്ത് കൊടുക്കണം? ഫീസ് കൊടുക്കണം. അപ്പോൾ ഈ ക്ലയൻറ്റ് ഫീസ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. അപ്പം അയാൾ കൊടുക്കാത്തതുകൊണ്ട് ഈ ലോയർക്ക് അയാളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറയണത്. കാരണം ഇംഗ്ലീഷ് ലോ അതാ പറയണത്. ഒരു ബാരിസ്റ്റർ ലോയറാണ്. ലോയർക്ക് അയാളുടെ പ്രൊഫഷണലായിട്ടുള്ള ഫങ്ഷനിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ അതിൽ ഒരു നിയമപരമായിട്ടുള്ള നീക്കമോ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് പേ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. But in India, there is no such bar and no such professional disqualification exist. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇതുമില്ല. ഒരു ലോയർ ക്ലയൻറ്റിന് വേണ്ടി വാദിച്ചു, ക്ലയൻറ്റ് ഫീസ് കൊടുക്കണം, ഫീസ് കൊടുത്തില്ലെങ്കിൽ അയാളുടെ അഗെയിൻസ്റ്റും കേസായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത് ഇന്ത്യൻ ലോയിൽ. Peons or convicts. Such persons cannot enter into a contract and cannot sue while they are undergoing sentence when the period of sentence expires or when they are patroned and they regain freedom. The incapacity of contract disappears. Peons or convicts. കുറ്റം ചെയ്ത് അവർ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. When the period of sentence expires or when they are pardoned and they regain freedom, the incapacity of contract disappears. അപ്പോൾ അവരുടെ ശിക്ഷ കാലാവധിക്ക് കഴിഞ്ഞ് അവരെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് അവർ കുറ്റവാളികളല്ല. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അപ്പോൾ ഫിയോൺസ് ഓർ കൺവിക്ട്സ് എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾക്ക് എന്താണ്? അവർ കുറ്റം അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പക്ഷേ അവർ ആ ശിക്ഷയിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് അവരെ റിലീസായി കഴിഞ്ഞാൽ അവരെ കുറ്റവിമുക്തരായി കഴിയുമ്പോൾ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പിന്നെ ഇൻസോൾവൻസ് ഓർ ബാങ്ക്രപ്റ്റ്സ്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ഇതിലും പറഞ്ഞിരുന്നു അല്ലേ? ആരാണ്? മൈനറിനെ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടല്ലേ? അപ്പോൾ ഇവിടെ ഒരു സാധാരണ വ്യക്തി, മേജറാണ്, അയാൾ ബാങ്ക്രപ്റ്റ് അല്ലെങ്കിൽ ഇൻസോൾവൻറ്റ് പാപ്പറായി പോയി കഴിഞ്ഞാൽ, when a person has incurred debts more than his assets and he is not capable to repay the debts, he is adjudged insolvent by a competent court. So the insolvent cannot enter into contracts relating to his property. He is disqualified by law, namely the law of insolvency. അതായത് ഒരാൾക്ക് അയാളുടെ സ്വത്തിലും കൂടുതലായിട്ട് ബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബാധ്യതയൊന്നും അയാൾക്ക് വീട്ടാൻ പറ്റാതെ വന്നാൽ അയാളെ നിയമം, കോടതി ഇൻസോൾവൻറ്റ് പാപ്പറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നേക്കുമായിട്ട് പാപ്പറായിട്ട് പ്രഖ്യാപിക്കുക. അപ്പം അങ്ങനെ പ്രഖ്യാപിച്ച വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിലും ഏർപ്പെടാനായിട്ട് പറ്റില്ല. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വോയിഡ് കോൺട്രാക്റ്റാണ്. അതാണ് ഇൻസോൾവൻ്റ് ഓർ ബാങ്ക്രപ്റ്റ്സിൻ്റെ കാര്യം പറയുന്നത്. ഇനി ലേഡീസിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? അതും കൂടി നമ്മൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. In India, a woman has every right to acquire properties and enter into a contract, and her rights is guaranteed under the Indian Constitution. അല്ലേ? നമ്മൾ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ് ഇന്ത്യൻ നിയമം തരുന്നത്. അതുകൊണ്ട്
ഒരു പുരുഷൻ ഏതൊക്കെ കോൺട്രാക്റ്റിൽ ഏതൊക്കെ രീതിയിൽ പോവാൻ നിയമം അനുവദിക്കുന്നുണ്ടോ അതേപോലെ തന്നെ സ്ത്രീകൾക്കും നിയമം അത് തുല്യമായി തന്നെ അനുവദിക്കുന്നുണ്ട്. ഫർദർ, law does not make any distinction between the contractual capacities of male and female. Both of them are equal in the eyes of law. ഒരു ഡിസ്ക്രിപ്പൻസിയും ഒരു തരത്തിലുള്ള വിവേചനവും നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോ സ്ത്രീകളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. പുരുഷന് കോൺട്രാക്റ്റിൽ എങ്ങനെയൊക്കെ ഏർപ്പെടാമോ അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഏർപ്പെടാം എന്നുള്ള തുല്യമായിട്ടുള്ള അവകാശവും തുല്യമായിട്ടുള്ള നിയമവുമാണ് സ്ത്രീകൾക്കും പുരുഷനും ഇന്ത്യൻ കോൺട്രാക്ട് ലോ അനുവദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ യാതൊരു വിവേചനവും ഇല്ല. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ ഇല്ല അവിടെ. അപ്പം കുറ്റവാളികൾക്ക് എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്നത്? പാപ്പരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഏർപ്പെടാൻ പറ്റില്ല. സ്ത്രീകൾക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, പുരുഷന്മാരെ പോലെ തന്നെ തുല്യരായിട്ട് ഏർപ്പെടാം. ഇതൊക്കെയാണ് നമ്മളുടെ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അതായത് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ്, അതിൽ 3 തരത്തിലുള്ള ആൾക്കാർ ആരാണ്? ഇഡിയറ്റ്, ലുനറ്റിക്സ്, പിന്നെ ഡ്രങ്കൺ പേഴ്സൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അലൈൻ എനിമി ആൻഡ് അലൈൻ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു, ഫിയോൺസ് കൺവിക്സിൻ്റെ കാര്യം പറഞ്ഞു, ബാങ്ക്രപ്സിൻ്റെ കാര്യം പറഞ്ഞു, വിമൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ, ഗുഡ് ബൈ, ആൻഡ് please all of you take care. Okay.